എൻ്റെ പേര് ബെൻസി. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. എനിക്ക് ഈ തിരുസന്നിധിയിൽ നിർത്താൻ യോഗ്യത എന്ന പ്രത്യേക ദൈവത്തിനും പരിശുദ്ധ കൃപാസന മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 23/1/2023 എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ ഞാൻ വെച്ച നിയോഗമായിരുന്നു. എനിക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഞാൻ ആദ്യം ഓൾറെഡി സൗദിയിൽ വർക്ക് ചെയ്ത ആളാണ് 6 വർഷത്തിന് മുമ്പ്. അതിനുശേഷം എനിക്ക് എക്സാം കിട്ടാതായതിനെ തുടർന്ന് ഞാൻ റിസൈൻ വെച്ച് നാട്ടിൽ വന്നു. 3 വർഷമായി ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുകയാണ്. OET ഒരുപാട് വട്ടം എഴുതി, ഒരുപാട് എക്സാം എഴുതി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ മാതാവിന് വെച്ച നിയോഗമായിരുന്നു എൻ്റെ സൗദി എക്സാം പ്രൊമട്രി എനിക്ക് പാസ്സാക്കി തരണമെന്ന്. ഞാനിവിടെ വന്ന് എക്സാം ഡേറ്റ് February 9 എടുത്തത്. അതിനു മുമ്പ് ഞാൻ അച്ഛനെ വന്ന് കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ച് അച്ഛനൊരു ലോക്കറ്റ് എനിക്ക് തന്നു. ആ ലോക്കറ്റ് എൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 9 എക്സാമിന് പോയപ്പോൾ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചത് ഇതേപോലെ ഒരുപാട് തവണ എക്സാം എഴുതി കിട്ടാത്തവർക്ക് വേണ്ടിയായിരുന്നു. അന്ന് വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറിയത്. പോയ ആ എക്സാം ഹാളിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അകത്ത് കയറി. അവിടെ കൊന്തയോ നമുക്ക് ഉടമ്പടി തൈലോ ഒന്നും കയറ്റാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ നെറ്റിയിന്മേൽ ഉടമ്പടി തൈലം പുലർത്തി അകത്ത് കയറി. എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ നിർത്തി ഞാൻ ആ കമ്പ്യൂട്ടർ തേച്ച് എക്സാം സ്റ്റാർട്ട് ചെയ്തു. വളരെ ടഫായ എക്സാം ആയിരുന്നു. ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇനിയും പരാജയമാണോ എനിക്ക് തരുന്നത്? പക്ഷേ എൻ്റെ ദൈവം അപ്പോഴും എന്നെ മനസ്സിലോർപ്പിച്ചു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന്. ഞാൻ എക്സാം 12:15 എഴുതി പൂർത്തിയാക്കി. എല്ലാവരെക്കാളും മുമ്പേ ഞാൻ ഹാളിൽ നിന്നിറങ്ങി. എൻ്റെ ഷോളിലുണ്ടായിരുന്ന ഉടമ്പടി ഉപ്പ് ഞാനത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് എൻ്റെ ഒരു കൊന്ത അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ലായിരുന്നു. അത് അവരവിടെ നിന്ന് എന്നെ മേടിച്ചു വെച്ചു. അത് ഞാൻ വാങ്ങിക്കാൻ കൂടി മറന്നുപോയി. ഇവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ കൊന്ത തന്നില്ല. പക്ഷേ അപ്പം എൻ്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ എക്സാം റിസൾട്ട് അവിടെ വാല്യുവേറ്റ് ചെയ്യുകയാണെന്ന്. ഞാൻ വിശ്വാസത്തോടെ ഇറങ്ങി. വീട്ടിൽ വന്ന് March 27 എൻ്റെ എക്സാം റിസൾട്ടിന് വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് March 16 സ്വപ്നത്തിൽ 12 എന്നൊരക്കം മാതാവ് കാണിച്ചു കൊടുത്തു. അതെൻ്റെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ 2 വട്ടം കാണിച്ചു കൊടുത്തു 12 എന്ന അക്കം. 27 ഞാൻ ഒരു പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ റിസൾട്ട് തുറക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ റിസൾട്ട് തുറന്നു തന്നത്. 500 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. പക്ഷേ മാതാവ് എന്നെ 512 മാർക്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അമ്മയെ കാണിച്ച ആ 12 എന്ന അക്കം മാതാവിൻ്റെ ഗ്രേസ് മാർക്കായിരുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് 3.25 വയസ്സ് കഴിഞ്ഞു. അവൾ നടക്കുമ്പോൾ എപ്പോഴും മറിഞ്ഞു വീഴുക. എത്ര നടക്കുമ്പോഴും മറിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല, ചിലപ്പം കാലിൻ്റെ വളവ് കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്ന രണ്ടാമത്തെ ഉടമ്പടിയിൽ മാതാവിന് നിയോഗം വെച്ചു. ഇപ്പം എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ അമ്മയ്ക്ക് കുടുംബശ്രീ പദ്ധതിയിൽ നിന്ന് പൈസ അവർ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ അമ്മ ഒരുപാട് വിഷമിച്ചായിരുന്നു. അമ്മ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല, പക്ഷേ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി പ്രാർത്ഥന വെച്ചപ്പോൾ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയ്ക്ക് ആ പകുതി പൈസ തിരിച്ചു കിട്ടി. പിന്നെ അതേപോലെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ 7 വർഷമായിട്ട് എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർമാരെ ഒന്നും കാണിച്ചില്ല. എന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ചൂട് കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഒരു കുറവുണ്ടായില്ല. പക്ഷേ ഞാൻ ഉടുമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിലിട്ട് പ്രാർത്ഥിച്ചു. 3 ദിവസം അടുപ്പിച്ച് കുളിച്ചു. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് പൂർണ്ണമായി എനിക്ക് സൗഖ്യം പരിശുദ്ധ ദൈവമാതാവും ഈശോയും തന്നു. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ സന്നിധിയിൽ നിന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും തന്നെ അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും എൻ്റെ പ്രത്യേക ദൈവത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അനാഥ മന്ദിരങ്ങളിൽ ഫുഡ് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾക്ക് RCCയിലൊക്കെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് ആരെങ്കിലും എന്നെ വിളിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൃപാസന
പത്രം ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും. ആശുപത്രിയിൽ ചെന്ന രോഗികളെ കണ്ട് ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പത്രം കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിനും എനിക്കും കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ അവരോട് പറയുന്നത്. കൃപാസന പത്രം നിരസിക്കുന്നവരോട് ഞാൻ പറയും, അവർ നിങ്ങൾ വലിച്ചു കീറരുത്, വേണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ തിരികെ തന്നോളൂ. പക്ഷേ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും നിങ്ങൾക്കായി കൊണ്ടുതരും എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബൈബിൾ വായിക്കുന്നത് അരമണിക്കൂർ വായിക്കാൻ പറഞ്ഞാലും ഞാൻ 1.5 മണിക്കൂറൊക്കെ വായിക്കും. എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. വചനങ്ങൾ കൂടുതൽ പഠിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ എന്നെ ഒരുപാട് ആത്മീയതയിലേക്കും ദൈവത്തെ മാതാവും കൂടുതലായി അറിയാനും സഹായിച്ചു. എൻ്റെ തിരുക്കുമാരനും ദൈവമാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യോഹന്നാൻ 6:37 എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ബെൻസി സൗദിയിൽ വെച്ച് 3 പ്രാവശ്യം എക്സാം എഴുതി വിജയിക്കാതെ വന്നപ്പോൾ ടെർമിനേഷൻ ഭയന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനും പ്രാർത്ഥിക്കുകയും ഒരു കാശ് രൂപം പഠിക്കുന്ന സമയത്ത് കൂടെ വയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ദൈവം തന്നെയാണ് ചെയ്തു തന്നത്, ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്കൊരു സ്വപ്നം. ആ 12 പരീക്ഷയിൽ റിസൾട്ട് വരുമ്പോൾ അത് മനസ്സിലാവുന്നതുകൊണ്ട് 512 മാർക്ക്. ഇത് പരിശുദ്ധ അമ്മയാൽ വിജയിക്കാൻ കഴിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ പ്രകടമായി ലഭിച്ച മറ്റൊരടയാളമാണ് ചൊറിച്ചിൽ മാറി എന്നുള്ളത്. 7 വർഷമായിട്ടുള്ള ചൊറിച്ചിൽ, അത് സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഉടമ്പടിയിൽ വെച്ചിട്ടുമില്ല. വന്നപ്പോൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിയോഗത്തിൽ എഴുതിയിട്ടില്ല. ഈ ഒരു കാര്യം പരിശുദ്ധ അമ്മ അറിഞ്ഞുകൊണ്ട് ഈ സഹോദരിക്ക് ചെയ്തു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.